ഹരിയോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ലോകത്ത് എവിടെയാണെങ്കിലും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളിൽ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ചോദ്യങ്ങളെല്ലാം തന്നെ മുൻപേ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിച്ച ചോദ്യങ്ങൾ, അർജുനൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്നും വളരെ കാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഗീതയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗീത 5000 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലഗണനയൊക്കെ എങ്ങനെ വേണമെങ്കിൽ പറയാം, 2500, 1000 എന്നൊക്കെ പറഞ്ഞ് പലരും പല കണക്ക് പറയുന്നുണ്ട്. എന്തായാലും അതൊരു 1000 വർഷങ്ങളുടെ പിറകിലാണ് പറയുന്നത്. അത്രയെങ്കിലുമൊക്കെ നമുക്ക് അതിന് കൽപ്പിച്ച് കൊടുത്തേ പറ്റൂ. ഇനി അതിൻ്റെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപനിഷത്തിലെ ശിഷ്യൻ അവതരിപ്പിക്കുന്ന, ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ വർത്തമാനകാലത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മുമ്പേ ഈ ചോദ്യം ചോദിച്ച് കൃത്യമായ ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ എത്ര പേര് അത് മര്യാദയ്ക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് സമാധി. എന്താണ് സമാധി? എന്താണ് മരണം? മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചുവരവുണ്ടോ? ഇത് നമുക്ക് വേണ്ടി മുമ്പേ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ആരാണ് മരണത്തെക്കുറിച്ച് ചോദിച്ചത്? മരണത്തിൻ്റെ ആളുടെ അടുത്ത് തന്നെ പോയിട്ടാണ് ചോദിച്ചത്. കൃത്യസ്ഥലത്താണ് പോയി ചോദിച്ചത്, വേറെ എവിടെയല്ല. ഇത് നടത്തുന്ന ഒരു സങ്കേതമുണ്ട്. ഇതിൻ്റെ മുതലാളി ഈ പുലിയെ പിടിക്കാൻ പുലിമടയിൽ പോവാന്ന് പറയുന്നത് പോലെ ആ മൃത്യുവിൻ്റെ അടുത്ത് പോയ ഒരാളുണ്ട്, ഒരു പയ്യൻ. ആ കുട്ടിയുടെ പേര് നചികേതസ് എന്നാണ്. ഇവൻ പോയി യമധർമ്മനോട് ചോദിക്കുന്നുണ്ട്, മൃത്യുവിൻ്റെ ദേവനായിട്ടുള്ള യമധർമ്മനോട്, നാട്ടിലൊരു സംശയമുണ്ട്, മനുഷ്യരുടെ ഇടയിൽ ഒരു സംശയമുണ്ട്. എന്താണ് മനുഷ്യരുടെ ഇടയിലെ സംശയം? ഈ മരണം, പ്രേതമായി കഴിഞ്ഞാൽ, ശരീരം പ്രേതം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. ഏയം പ്രേതേ വിചികിത്സ മനുഷ്യേ. ഒരു വിചികിത്സയുണ്ട്. വിചികിത്സ എന്ന് പറഞ്ഞാൽ സന്ദേഹ സമ്മിശ്രം എന്നാണ്. അത് അവർക്കൊരു അതിൽ തീർപ്പായിട്ടില്ല. രണ്ടും ഇങ്ങനെ കിടക്കുകയാണ്, ഉഭയകോടിയിലിരിക്കുകയാണ്. അപ്പോൾ സന്ദേഹ സമ്മിശ്രമായിട്ടുള്ള സംശയം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊക്കെ വേറെ ഒരു തലങ്ങളാണ്. നമുക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, ഈ സമാധിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നചികേതസ് പറയുകയാണ്, ഏയം പ്രേതേ വിചികിത്സ മനുഷ്യേ അസ്തി തേകേ നായമസ്തീതി ചൈകേ ഏതദ് വിദ്യ മനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷ വരസ്തൃതീയ. യമൻ സന്തോഷിച്ച് 3 വരം കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ വരം എൻ്റെ അച്ഛൻ ശാന്തസങ്കല്പനും സുഖമാനുമായിട്ട് ഇരിക്കണം എന്നൊക്കെയാണ്, എന്നെ കണ്ടാൽ തിരിച്ചറിയണം എന്നൊക്കെയുള്ള മട്ടിൽ. കാരണം മൂപ്പര് ഇങ്ങോട്ട് പോകുന്നതാണ്. രണ്ടാമത്തത് ഈ സ്വർഗത്തിൽ പോണ പരിപാടി എങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ മൂപ്പരുടെ അവസാനത്തെ വരമായിട്ട് വരാണാം, ആ വരങ്ങളിൽ ഇതാ ഏഷ വര സ്തൃതീയ, എൻ്റെ 3ാമത്തെ വരം ഞാനിതാ വരിച്ചിരിക്കുന്നു. എന്താണ്? ഇങ്ങനെ മരണത്തോടുകൂടി ഏയം പ്രേതേ വിചികിത്സ മനുഷ്യ അസ്ഥിത്യേകേ നായം അസ്ഥിതി ചെയ്യേ. ചിലർ പറയുന്നു മരണപ്പെട്ട് കഴിഞ്ഞു എന്ന്. എന്നാൽ ചിലർ പറയുന്നു അങ്ങനെയല്ല, ഇതിനൊരു തിരിച്ചുവരവുണ്ട് എന്ന്. എന്താണിത്?
ഇതാണ് നചികേതസിൻ്റെ ചോദ്യം. ഇതാണ് ആ ഉപനിഷത്തിലെ, കഠോപനിഷത്തിലെ വിഷയം ഇതാണ്. അപ്പം ഈ ചോദ്യത്തിൽ നിന്ന് യമധർമ്മൻ പിന്തിരിപ്പിക്കാനായി, വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, പിന്തിരിപ്പിക്കാനായി നചികേതസിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്, നമുക്കൊന്നും സ്വപ്നം കാണാൻ സാധിക്കാത്തത്. അതായത് അനന്തവിസ്തൃതമാർന്ന ഭൂപ്രദേശം ഞാൻ നിനക്കായി സമ്മാനിക്കാം. അനേക സ്വർണങ്ങളും അതുപോലെ രഥങ്ങളും, അന്നത്തെ ആ ഒരു ഭൗതികമായിട്ടുള്ള എല്ലാം. പിന്നെ ആയുസ്സോ, നീ എന്നെ പേടിക്കണ്ട, വളരെ കാലം ജീവിക്കാനുള്ള ആയുസ്സും. മാത്രമല്ല കുറച്ചുകൂടെ യമൻ കടന്നു പറഞ്ഞു, നിനക്ക് തരുണീമണികളായിട്ടുള്ള സ്ത്രീകളോടൊപ്പം പാട്ടും നൃത്തവും ഇതെല്ലാമായിട്ട് അങ്ങേക്ക് കുറേ കാലം, എത്ര കാലം ജീവിക്കണോ അത്രയും കാലം ജീവിക്കാം, എന്നാലും മരണം മാനുപ്രാക്ഷി, ഇതെന്നോട് ചോദിക്കരുത് എന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ചോദ്യമുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. എന്താ നമ്മുടെ ചോദ്യം? നമുക്കും ഈ നചികേതസിൻ്റെ ചോദ്യമുണ്ട്. മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞോ, അതോ പുനർജന്മം എന്ന് പറയുന്ന അതിൻ്റെ ഒരു തുടർച്ച അതുണ്ടോ? ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതേസമയം യമധർമ്മൻ ഓഫർ ചെയ്തിട്ടുള്ള ഓഫറുകൾ നമ്മുടെ മുന്നിൽ ഓഫറായിട്ടല്ല, നമ്മൾ അതിനു വേണ്ടി നെട്ടോട്ട് ഓടുന്നുമുണ്ട്. ഇത് നചികേതസ് പറഞ്ഞതുപോലെ തവൈവ വാഹ തവ നൃത്യഗീതേ, അങ്ങയുടെ പാട്ടും കൂത്തുമൊക്കെ അങ്ങ് തന്നെ വെച്ചോളൂ. ഇതിൻ്റെ രഹസ്യം അറിയുമെങ്കിൽ, എന്തെങ്കിലും അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതെന്നോട് പറഞ്ഞു തരണം, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന്. അങ്ങനെ അവൻ പൂർണ്ണമായിട്ട് അതിനെ മുഴുവൻ തിരസ്കരിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ മതിയാകൂ എന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം ഇതിനെക്കുറിച്ച് തീവ്രമായ ഒരു പഠനം, ഒരന്വേഷണം, അത് നമ്മൾ വെറുതെ കുറേ കിതാബിൻ്റെ മുന്നിൽ വെച്ച് കഠോപനിഷത്ത് അങ്ങോട്ട് നോക്കിയതുകൊണ്ട് മാത്രം പോരാ. മരണം അനുഭവിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ഈ സമാധിയൊക്കെ വരുന്നത്. ഭഗവാൻ രമണ മഹർഷി തൻ്റെ ചെറുപ്പത്തിൽ 14 വയസ്സ് പ്രായമുള്ള സമയത്ത്, 14-16 വയസ്സ് യുവാവായിരിക്കുമ്പോൾ ഇതുപോലെ തൻ്റെ മരണത്തെ കാണുന്നുണ്ട്, അത് അനുഭവിക്കുകയാണ്. എന്നാൽ വേറിട്ട് നിൽക്കുന്ന ഒരു ഞാൻ, മരണാനന്തര ചടങ്ങുകളൊക്കെ ഇവർ നടത്തുമ്പോഴും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഞാൻ. അങ്ങനെ ഈ മരണത്തിൻ്റെ ആത്മവിശകലനം, തന്നിലത് സംഭവിക്കുന്നത്, അത് ആഴത്തിൽ മനനം ചെയ്ത് അതിൽ നിന്ന് സ്വരൂപിച്ച് വന്നിട്ടുള്ള വലിയൊരു ചോദ്യമുണ്ട് മഹർഷിയെ സംബന്ധിച്ച്. നാൻ യാർ, ഹു ആം ഐ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇതാണ് മഹർഷി ഞാൻ ആര്, അതിൻ്റെ അന്വേഷണത്തിലെ ആണ് കാതിലുണ്ടായിരുന്ന കടുക്കൻ ഊരി അത് വിറ്റ്
അരുണാചലത്തിലേക്ക് പോകുന്നത്. അവിടുന്ന് മുട്ടയടിച്ച് ബാക്കിയുള്ള കാശ് ആ കുളത്തിലിട്ട് മൂപ്പര് വിരൂപാക്ഷ ഗുഹയിൽ പോയിട്ട് ഇരിക്കുന്നത് രമണാശ്രമത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. പിന്നെ അവിടുന്ന് എണീറ്റിട്ടില്ല. പിന്നെ അവിടുന്ന് ശരീരം ഈ ചെതലരിക്കുന്നത് പോലെയൊക്കെ ആയിട്ട് ആരൊക്കെയോ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. പിന്നീട് അദ്ദേഹം ആളുകളുമായിട്ട് സംവദിക്കുന്നത് മുഴുവൻ ഇതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്. നാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ കാണുമ്പോൾ അവർ തമ്മിൽ സംസാരമൊന്നും നേരിട്ടുണ്ടായിട്ടില്ല എന്നാണ്. പരസ്പരം നോക്കിയിരുന്നു, മൗനത്തിലൂടെ അവർ സംവദിച്ചു എന്നാണ്. അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവൻ അവിടെ സന്ദർശക പുസ്തകത്തിൽ മുനിചര്യ പഞ്ചകം എഴുതി വെച്ചു എന്ന് പറയുന്നുണ്ട്. മുനിചര്യ പഞ്ചകം രചിക്കുന്നതിൻ്റെ സാഹചര്യം അവിടെ രമണ മഹർഷിയായിട്ട് കണ്ട സമയത്താണെന്ന് പറയും. അപ്പോൾ ഈ മരണം എന്ത്, പുനർജന്മം ഉണ്ടോ, ഇതൊരു നേരം പോക്ക് പോലെ നമ്മൾ ചോദിക്കാറുണ്ട്. അതിന് ഇൻസ്റ്റൻ്റായ ഒരു ഉത്തരവും നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഉണ്ടോ? ഇപ്പോൾ പറയണം ആ മരണമുണ്ട്, അല്ല മരണമുണ്ട് എന്നറിയാം, അത് നിങ്ങൾക്ക് ജന്മം ഉണ്ടാവും, പുനർജന്മം ഉണ്ട് ഉറപ്പാ, ഇന്ന രൂപത്തിൽ നിങ്ങൾ വരും, ഓക്കെ, അതുകൊണ്ട് തൃപ്തിയായോ? അവസാനിച്ചോ? എന്നാൽ ജ്യോത്സ്യൻ പറഞ്ഞു ജാതകത്തിൽ ഇത്ര വയസ്സ് വരെ നിങ്ങൾ ജീവിക്കും, അത് കഴിഞ്ഞാൽ മരിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ജനിക്കും. അങ്ങനെയുള്ള ഉത്തരം കൊണ്ട് തൃപ്തിയാവുന്നുമില്ല. അപ്പം ഇവിടെ ഈ നാട്ടിൽ ഓരോ ഏടാകൂടങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് മരണമാണ്, മറ്റൊന്ന് സമാധിയാണ്. പല വിധത്തിലുള്ള സമാധികളുണ്ട്. ഇപ്പം ഇതാ ഒരു പുതിയ സമാധി വന്നിരിക്കുന്നു, ദുരൂഹ സമാധി. ഏറിയ സമാധി കേട്ടിട്ടുണ്ട്. ഈ ദുരൂഹ സമാധി അതൊരു പുതിയ നിഘണ്ടുവിൽ ഈ സമാധി പട്ടികയിൽ ചേർക്കാവുന്ന പുതിയൊരു പേരാ, ദുരൂഹ സമാധി. എന്താ ഈ സമാധി എന്ന് ഇപ്പം നാട്ടുകാർ പലരുമായിട്ട് ചോദിക്കുന്നുണ്ട്. ചിലരുടെ ഉത്തരങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇതൊന്നും തന്നെ എവിടെ നിന്ന് ഈ ശബ്ദം ആവിർഭൂതമായി അവിടെ പോയിട്ട് ഇത് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള പരിപാടി ഇല്ല. പകരം എന്താണ്, ഏതെങ്കിലുമൊക്കെ പറയുക. അതെന്തെങ്കിലും ശാസ്ത്രീയത ഉള്ളതാണോ? ഇല്ലതാണ്. അപ്പം എന്താ സമാധി, സമാധിയുടെ ലക്ഷണങ്ങളും സമാധി ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ആര്? ഗീതയിൽ അർജുനൻ്റെ ചോദ്യമാണ്. അർജുനൻ ചോദിച്ച ചോദ്യമാണ് കൃഷ്ണനോട് 2-ാം അധ്യായത്തിൽ. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ. സമാധിസ്തസ്യ സ്ഥിതപ്രജ്ഞസ്യ. സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ്റെ ഭാഷ ഏതാണ്? ഭാഷ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളെന്നും അത് സംസാരിക്കുന്നത് ഉൾപ്പെടെ. കിം ആസീത വ്രജേത കിം, ഇയാൾ എങ്ങനെ, കിം ആസീത എങ്ങനെയാണ് ഇരിക്കുന്നത്? പത്മാസനത്തിലാണോ? കിം വ്രജേത എങ്ങനെയാണ് നടക്കുന്നത്? സ്ഥിതധീ കിം പ്രഭാഷേത
കിമാസീത വ്രജേത കിം. അങ്ങനെ അർജുനൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അർജുനൻ ഇത് പണ്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമായിട്ട് ലോകോത്തരമായ, ലോകം മുഴുവൻ പ്രകീർത്തിക്കുന്ന ഭഗവത്ഗീത ഇവിടെ ഉണ്ട്. ഗീതയിൽ നിന്ന് അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ട് തൃപ്തി അടയുന്നുണ്ടോ? അടയാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംശയമുണ്ട്. അപ്പം എന്താ ഈ സമാധി? നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് ചിന്ത ചെയ്യാം. സമാധി എന്നുള്ള വാക്കിന് സംസ്കൃത ശബ്ദമാണ് സമധി എന്നാണ്. ധീയുടെ സാമ്യാവസ്ഥയെയാണ് സമാധി എന്ന് പറയുന്നത്. ധീ ഇല്ല അവിടെ വാസ്തവത്തിൽ. അതെന്താണ് എന്നാണെങ്കിൽ, ഇപ്പോൾ രാമകൃഷ്ണദേവൻ്റെ വചനാമൃതമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് സമാധിസ്ഥനാവുന്നത് ഒരുപാട് അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികളും അതെ. സ്വാമിജിയുടെ പിന്നീടുള്ള ജീവിതത്തിൽ കാണാമത്. പലരും, സ്വാമി തപോവന സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ആ സമാധി എന്താണത്? അത് സത്യത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സമാധി. അത് പല വിധത്തിലുള്ള സമാധിയുണ്ട്. ആ സത്യത്തെ അനുഭവിക്കാനായി പല വിധത്തിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അഭ്യാസം, ആവർത്തിച്ചുള്ള പരിശീലനം. അവിടെയാണ് പതഞ്ജലി മഹർഷി പറയുന്ന, യോഗശാസ്ത്രത്തിൽ പറയുന്ന അതായത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്ന് പറയുന്ന അഷ്ടാംഗ യോഗങ്ങൾ. ആ സമാധിയും ഇപ്പം വിവാദത്തിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സമാധി ഉണ്ടല്ലോ, ദുരൂഹ സമാധി. ആ ദുരൂഹ സമാധിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സന്യാസിമാരെ, മഹാത്മാക്കളെ, അവർ ശരീരമാണ് എന്ന്, അവർക്ക് ശരീരമൊക്കെ ഉണ്ട് എങ്കിലും അവർ ശരീരമാണ്, താൻ ശരീരമാണെന്ന് ചിന്ത ചെയ്യാത്തവരാണ്. അതുകൊണ്ട് അവരുടെ ദേഹവിയോഗം, ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ആ മരണപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് അതിന് സന്യാസി മരിച്ചു എന്ന് പറയാറില്ല. പകരം അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുമാണ് സമാധി. അങ്ങനെയുമുണ്ട്. അപ്പോൾ ഒരു സന്യാസി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് അതിന് സമാധി എന്ന് പറയും. ആ സമാധി വേറെ. അതെന്താണ്? അതിൻ്റെ താത്വികമായ അർത്ഥത്തിൽ അദ്ദേഹത്തിന് മരണമില്ല. അങ്ങനെയുള്ള ആ ശരീരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ആ മഹാത്മാവിൻ്റെ അനുയായികൾ, അതിൽ ശിഷ്യ പരമ്പരയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അതിനെ പിന്നീടുള്ള ഒരു ആരാധനാ കേന്ദ്രമാക്കി അതിനെ തീർക്കും. അങ്ങനെയുള്ളതിനെയാണ് സമാധി മന്ദിരങ്ങൾ എന്ന് പറയും. അപ്പം ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി മന്ദിരമുണ്ട്. അപ്പോൾ ആ സമാധി മന്ദിരത്തിൻ്റെ അടിയിൽ ശ്രീനാരായണ ഗുരുദേവനെ സമാധി ഇരുത്തിയിട്ടുണ്ട്, ആ ഭൗതിക ശരീരത്തെ. അപ്പോൾ ആ ഭൗതിക ശരീരത്തെ സമാധി ഇരുത്തുന്നതിന് ചില
ചിട്ടവട്ടങ്ങളുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുണ്ട്. ഭസ്മം, കർപ്പൂരം, ഉപ്പ് തുടങ്ങിയിട്ടുള്ള അഷ്ടഗന്ധങ്ങൾ. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഒരു ചെമ്പിൻ്റെ ഒരു കമ്പി. അത് ആ ചെമ്പിൻ്റെ കമ്പി ഈ സമാധിയായ ഏതൊരു മഹാത്മാവാണോ, അവിടെ സമാധി എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക ശരീരം, ജീവൻ പോയിട്ടുള്ള, പൂർണ്ണമായി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള, അത് ജീവനോടുകൂടി കുഴിച്ചെടുത്ത പരിപാടിയല്ല സമാധി, അത് ദുരൂഹ സമാധി. അങ്ങനെ ആ ശരീരത്തിന് ഈ പറഞ്ഞ വലിയൊരു ഭക്തരുടെയൊക്കെ സാന്നിധ്യത്തിൽ, കാർമ്മികത്വത്തിൽ അതിൻ്റേതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആ ഇന്നെന്ന വേദത്തിലെ ഇന്നെന്ന സൂക്തങ്ങൾ, ചില സമ്പ്രദായങ്ങൾ, അത് സന്യാസത്തിലെ ഓരോ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് ആ സമ്പ്രദായത്തിലാണ് അതങ്ങനെ ചെയ്യുക. ഇപ്പം ചിന്മയാനന്ദ സ്വാമികളുടെ സമാധി എന്ന് പറയുന്നത്, സ്വാമിജി ശരീരത്തെ ഉപേക്ഷിച്ചത്, അതായത് ജീവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കയിൽ സാന്റിയാഗോയിൽ വെച്ചിട്ടാണ്. ആയിരത്തി 1993 ഓഗസ്റ്റ് 3 ഇവിടെ. പക്ഷെ അത് ഇന്ത്യയിൽ ഓഗസ്റ്റ് 4. അതെ, ഓഗസ്റ്റ് 4 ഇവിടെ. അവിടെ ഓഗസ്റ്റ് 4, ഇവിടെ ഓഗസ്റ്റ് 3. അപ്പോൾ ഇവിടെയാണ് സ്വാമിജിയുടെ ഭൗതിക ശരീരം, ഇവിടെയാണ് അത് എന്തായത്, ജീവൻ പോയത്. അപ്പോൾ ഇവിടുന്ന് അത് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് വരികയും, ഡൽഹിയിൽ ഡൽഹിയിൽ മൗസം ഭവൻ്റെ മുന്നിൽ, അതെ, അവിടെ വലിയ ഒരു പൊതുദർശനത്തിന് വയ്ക്കുകയും, പിന്നെ അവിടുന്ന് നേരെ റോഡ് മാർഗം സിദ്ധഭാരി എന്ന് പറയുന്ന സ്വാമിജിയുടെ ആശ്രമം തന്നെ, സിദ്ധഭാരി ആശ്രമത്തിൽ അവിടെ സമാധി ഒരു മന്ദിരം തീർക്കുകയാണ്. അപ്പോൾ സ്വാമിജി ഇതേപോലെ ശ്രീനാരായണ ഗുരുദേവനെ എങ്ങനെയാണോ ഭൗതിക ശരീരത്തെ സമാധി മന്ദിരം നിർമ്മിച്ചത്, അതേപോലെ ഈ പറഞ്ഞതുപോലെ കുറേ ചടങ്ങുകളുടെ ഭാഗമായിട്ട് അതിൽ ഈ പറഞ്ഞതുപോലെ ശരീരത്തെ ഇരുത്തുക ചെയ്യുക. അതിൽ നിറയെ ഉപ്പുണ്ടാവും, ഭസ്മം ഉണ്ടാവും, പല ദ്രവ്യങ്ങളും ഉണ്ട്. അങ്ങനെ ശിരസിൽ കൃത്യമായിട്ടൊരു ചെമ്പിൻ്റെ ഒരു ചാല, അത് അവിടുന്ന് പിന്നെ അത് നേരെ മുകളിലേക്ക് വരും. അത് ഏറ്റവും മുകളിൽ വന്ന് സമാധി മന്ദിരം, അത് ഏറ്റവും മുകളിൽ വന്ന് അത് അത് എന്താ പറയുക, ബാക്കി ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാലും അതവിടെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ശിവലിംഗത്തെ, സാധാരണഗതിയിൽ ശിവലിംഗം അല്ലെങ്കിൽ ഗുരുവിൻ്റെ പാദുകം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സങ്കല്പത്തിൽ അതവിടെ പ്രതിഷ്ഠയുണ്ടാവും. ആ പ്രതിഷ്ഠയും ഈ പറഞ്ഞ ഈ കോപ്പറിൻ്റെ ആ ഒരു റോഡും നമുക്കത് കാണാൻ സാധിക്കില്ല. പക്ഷേ സമാധി ഇതിൽ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമുക്കത് കാണാം. പിന്നീട് നമുക്കത് കാണാൻ പറ്റില്ല. പിന്നെ അത് ശിവലിംഗവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഗുരുദേവൻ്റെ ചിന്മയാനന്ദ സ്വാമികളുടെ സിദ്ധഭാരിയിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം. സ്വാമിജിയുടെ തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ആ മഹാത്മാവിൻ്റെ പഞ്ചലോക വിഗ്രഹമായിരിക്കാം. നമുക്കവിടെ സ്വാമിജിയുടേതിൽ പഞ്ചലോഹ വിഗ്രഹമാണ്, അത് കാണാം.
വജ്രേശ്വരി, ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ അതത് മഹാത്മാക്കളുടെ വിഗ്രഹമായിട്ടും അല്ലെങ്കിൽ ശിവലിംഗമായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെത് അവിടെ പോയാൽ നമുക്ക് കാണാം. അപ്പം ഇത് മഹാത്മാക്കളുടെ പൂർണ്ണമായ ആ ദേഹവിയോഗത്തിൽ അവർ തന്നെ ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയും. ഇപ്പോൾ ചിന്മയാൻ സ്വാമികളൊക്കെ സ്ഥലം തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് തൻ്റെ സ്വാമിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വലിയൊരു റോസ് ഗാർഡനാണ് അത്, സീതഭാരി ആശ്രമം. സ്വാമിജിയുടെ മുറിയുടെ തൊട്ട് പുറകുവശത്തായിട്ട് ഹിമാലയത്തിൻ്റെ തീരത്ത് തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇങ്ങനെ മഹാത്മാക്കളുടെ ഭൗതിക ശരീരം വിശ്രമം കൊള്ളുന്നതായിട്ട്, അതും അതിനെ സമാധി മന്ദിരങ്ങളെന്ന് നമ്മൾ പറയും. അപ്പം ഇവർ മഹാത്മാക്കൾ അവരുടെ ശരീരത്തെ ജീവൻ പോകുന്ന സമയത്ത്, നമ്മൾ സാധാരണഗതിയിൽ മരണപ്പെടുക എന്ന് പറയുന്നത് നടക്കുമ്പോൾ സന്യാസിമാർ മരിച്ചു എന്ന് പറയാറില്ല. അതൊരു ആദരസൂചനയായിട്ട്, ആദരവിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സമാധി പ്രാപിച്ചു എന്നുള്ളത്. ഇപ്പം ശാശ്വതികാനന്ദ സ്വാമികൾ ആലുവ പുഴയിൽ സ്വാമിജി ആ ചുഴിയിലോ എന്തോ അബദ്ധവശാൽ കുളിക്കാൻ ഇറങ്ങിയപ്പം മരണപ്പെടുകയുണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ മുങ്ങി മരിച്ചു എന്നൊന്നും പറയില്ല. അപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജലസമാധി എന്നുള്ളത്. അങ്ങനെ പറയാറുണ്ട്. ഒരു സന്യാസി എങ്ങനെയൊക്കെ ജീവൻ പോയി കഴിഞ്ഞാലും, ഇപ്പോൾ കാർ ആക്സിഡൻ്റ് ആണെങ്കിലും മറ്റൊരാളാൽ വധിക്കപ്പെടുകയാണെങ്കിലും ഒക്കെ തന്നെ അവർ സമാധിയായി എന്ന് പറയും. അതിപ്പോൾ അത് അതൊരു ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്, ആദരവിൻ്റെ ഭാഗമായിട്ടുള്ളതും. സന്യാസി അങ്ങനെയാണ് എന്നുള്ള മനോഗതിയിൽ വർത്തിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടും, അദ്ദേഹം പേരിൽ സന്യാസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ സമൂഹം കൽപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പല പല വാക്കുകളുണ്ടല്ലോ. നിര്യാതനായി, ഇപ്പം ചരമക്കോളം, അന്തരിച്ചു, മരിച്ചു. ഇപ്പം മഹാത്മജിയെ കൊല്ലുകയാണ് ചെയ്തത്. ആദരസൂചകമായിട്ട് നമ്മൾ മഹാത്മജിയെ വെടിവെച്ച് കൊന്നു എന്നൊന്നും അല്ലല്ലോ പത്രങ്ങളിലൊന്നും വന്നിട്ടുള്ളത്. ആ സൂര്യൻ അസ്തമിച്ചു എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈവൻ മൃഗങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കാറില്ലേ? ആനയുടെ കാര്യത്തിൽ നമ്മൾ റെസ്പെക്റ്റ് ഒരു ഭാഗമായിട്ടാണ് ചെരിഞ്ഞു എന്ന് പറയുക. ചെരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് വാക്കിന് വേറൊരു അർത്ഥമല്ലേ? ചെരിഞ്ഞു എന്നൊരു അർത്ഥം വേറെ ഉണ്ടല്ലോ. ഇത് ആ മരം ചെരിഞ്ഞു കേട്ടോ. ഒന്നുകിൽ അത് കമ്പി വെച്ച് കെട്ടണം, അല്ലെങ്കിൽ മുറിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അത് ചെരിഞ്ഞു. ആ ബിൽഡിങ് ചെരിഞ്ഞിട്ടുണ്ട്, മതിൽ ചെരിഞ്ഞു. നമ്മൾ ചെരിഞ്ഞു എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ള നിത്യജീവിതത്തിൽ പല കാര്യത്തിലും. പക്ഷേ ആന ചെരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ചത്തു എന്നാരും പറയാറില്ല. അതുപോലെ മഹാരാജാക്കന്മാർ അവരുടെ ദേഹവിയോഗത്തിന് പഞ്ചത്വം പ്രാപിച്ചു എന്ന് പറയും, നാടു നീങ്ങി എന്ന് പറയും, തീപ്പെട്ടു എന്ന് പറയും. ഇതിനൊക്കെ വേറെ അർത്ഥമല്ലേ ഉള്ളത്. നാട് നീങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടിൽ നിന്ന് പോയി. തീപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീ പിടിച്ചു. പഞ്ചത്വം 5 മഹാഭൂതങ്ങളായി തീർന്നു എന്നാ. ആകാശത്തിൻ്റെ വഴിക്കും, ഭൂമി, ജലം ഇത്യാദികളൊക്കെ ഓരോ വഴിക്ക് പോയി. കാലം ചെയ്തു, മയ്യത്തായി.
ഓരോ മതങ്ങളിലും ഓരോരോ ആദരസൂചകമായി വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സന്യാസിമാരുടെ മരണത്തെ സമാധിയുമായി ചേർത്ത് പറയാറുണ്ട്. അത് വേറെ ഈ പതഞ്ജലി മഹർഷി പറയുന്ന ബോധപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമകൃഷ്ണദേവൻ്റെയൊക്കെ കാര്യത്തിൽ, രമണ മഹർഷിയുടെ കാര്യത്തിൽ ഒക്കെ ഉണ്ടാവുന്ന സമാധി, നമുക്ക് സന്യാസം തന്നിട്ടുള്ള കാശികാനന്ദഗിരി സ്വാമിജിയുടെ മഹാസമാധി സംഭവിക്കുന്നത് ആശ്രമത്തിൽ തന്നെയാണ്. അവിടെ ഹരിദ്വാർ വെച്ച് സ്വാമിജി ആശ്രമത്തിലൊരു പരിപാടി കഴിഞ്ഞു വന്ന് പതിവ് പോലെ 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കാൻ എഴുന്നേറ്റ് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ചായ കൊണ്ടുവന്ന് സ്വാമിജി സാധാരണ പുറത്തിറങ്ങും. കാണാത്തപ്പോൾ കതക് തള്ളി നോക്കിയപ്പോൾ കസേരയിൽ ഇരിക്കുകയാണ്. എന്താ പറയുക, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മര്യാദ അനുസരിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്കറിയില്ലല്ലോ ജീവൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഉടനെ തന്നെ ഒരു സ്ലാബ് കുഴിച്ച് അവിടെ പരിപാടി അങ്ങോട്ട് സ്വാമിജി നിർദ്ദേശിച്ചിട്ടുണ്ട്, കാശികാനന്ദഗിരി സ്വാമിജി നിർദ്ദേശിച്ചിട്ടുണ്ട് മരണാനന്തരം തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അവിടെ സമാധിയുണ്ട്. ആ സമാധികൾ പല വിധത്തിലാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് അഗ്നി സമാധി, അഗ്നിക്ക് സമർപ്പിക്കുക, അങ്ങനെയുണ്ട്. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ അവിടുത്തെ മഠാധിപതിയായിരുന്ന സ്വാമിജിയുടെ സമാധി നടക്കുമ്പോൾ നമ്മൾ അവിടെയാണുള്ളത്. അപ്പോൾ അത് സ്വാമിജി സങ്കല്പിച്ചിരുന്നത് അഗ്നിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ പലർക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇരുത്തിയിട്ട് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? സമാധി മന്ദിരം അവിടെ കാണാം. പക്ഷെ അങ്ങനെയല്ല. സ്വാമിജിയുടെ നിർദ്ദേശവും സ്വാമിജിയുടെ സങ്കല്പവും അതാണ്. അഗ്നിക്ക് അഗ്നിയെ ഇരിക്കുക എന്നുള്ളത്, അഗ്നിയിൽ ചിതയിലിരിക്കുക എന്നുള്ളത്. അവിടെ ഒരു സമാധി മന്ദിരം ഉണ്ടാക്കും. എവിടെയാണോ അത് ചെയ്തത് അവിടെ. കാശികാനന്ദഗിരി സ്വാമിജി പറഞ്ഞിട്ടുള്ളത് അത് വളരെ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കേട്ടിട്ടുണ്ട്. കുറച്ച് നമുക്ക് അത്ര അടുപ്പം അങ്ങനെ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് സംശയം ചോദിക്കേണ്ട കാര്യമില്ല. ആ വിധത്തിലാണ് പറയുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളോട് പറയുമ്പം തപോവൻ സ്വാമികളുടെ സമാധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല മഹാത്മാക്കളുടെ സമാധി. അവരെന്താണ് ആഗ്രഹിച്ചിട്ടുള്ളത്? കാശികാനന്ദഗിരി ആഗ്രഹിച്ചിട്ടുള്ളത് ഗംഗയിൽ തൻ്റെ ഭൗതിക ശരീരത്തെ മത്സ്യങ്ങൾക്കായിട്ട് സമർപ്പിക്കുക. അതാണ് ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവായിട്ടുള്ള സ്വാമി തപോവനും ചെയ്തത്, നിർദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ ശരീരത്തെ മറ്റൊരു തരത്തിലുള്ള ഒരു പരിപാടികൾക്കും വിധേയമാക്കരുത്. എന്താണ്, നമുക്കത് കേൾക്കുമ്പോൾ കുറച്ച് ഒരു എന്താ പറയുക, പുരികം ചുളിയുകയും. കാശികാനന്ദഗിരി സ്വാമിജിയുടെ ഭൗതിക ശരീരം അങ്ങനെ ചെയ്തതിൽ പത്രങ്ങളിലും മറ്റും വലിയ വിവാദങ്ങളും അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പം നമ്മുടെ ശരീരം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാശികാനന്ദഗിരി സ്വാമിജിയുടേത് ചെയ്തതുപോലെ ഗംഗയിൽ ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ ചില എന്താ പറയുക വിചാരങ്ങളുമാണ്, അത് വേറെ. അപ്പോൾ തപോവൻ സ്വാമികൾ അതാണ് ആ രീതിയെ സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ അതിനുള്ള പ്രത്യേക സ്ഥലമുണ്ട് ഗംഗയിൽ. അതെന്താണ്? ഈ ഭൗതിക ശരീരത്തെ ഇതേപോലെ സമാധി ചമ്രം പടിഞ്ഞ് പത്മാസനത്തിൽ ഇരുത്തി വലിയ ഒരു മരത്തിൻ്റെ കൂടാണ്, ശരിക്കും പറഞ്ഞാൽ കൂടാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പട്ടിക കൊണ്ട് നിർമ്മിക്കുന്ന. അതിന് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിദഗ്ധരുണ്ടല്ലോ, നമ്മൾ ശവപ്പെട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ. ഇതതുപോലെ ഹിമാലയത്തിൽ അതിൽ പ്രാവീണ്യരായിട്ടുള്ള ആളുകളുണ്ട്. പെട്ടെന്ന് പൊളിഞ്ഞൊന്നും പോവാൻ പാടില്ല. അപ്പം അതിൽ ഈ ഭൗതിക ശരീരത്തെ ആ പെട്ടിക്കുള്ളിൽ ഇരുത്തും. അപ്പോൾ അതിൽ കുറേ കല്ലുകളുണ്ടാവും, നല്ല ഭാരമുള്ള കല്ലുകൾ അടിയിൽ നിരത്തിയിട്ടുണ്ടാവും. അപ്പം അതിലേക്കാണ് ഈ ഭൗതിക ശരീരത്തെ വെക്കുന്നത്. എന്നിട്ടത് നിറയെ അതിനെ ബന്ധിപ്പിക്കും. അത് മരത്തിൻ്റെ ആണിയും അതും ഇതുമൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആ ശരീരം അതിൻ്റെ ഉള്ളിലായിരിക്കും. എന്നിട്ട് ആ ശരീരത്തെ ഗംഗയുടെ ഒരു പ്രത്യേക ഭാഗമുണ്ട്. ഇത് ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഇതിന് പെർമിഷനൊക്കെ എടുക്കുകയും കുറേ നടപടിക്രമങ്ങളുണ്ട്. എല്ലാവർക്കും അത് അവർ അനുവദിക്കുകയില്ല ഉത്തരാഖണ്ഡ് സർക്കാർ. അപ്പം അങ്ങനെയുള്ള വളരെ അപൂർവങ്ങളായിട്ടാണ് അതിപ്പം നടക്കുന്നത്. അപ്പോൾ സ്വാമിജിയുടെ ഭൗതിക ശരീരം ഇതുപോലെ ഈ ഭാഗത്തേക്ക് ഗംഗയിൽ താഴ്ത്തുകയാണ്. അപ്പോൾ അവിടെ അത് താഴ്ന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളുണ്ട്, ഉക്കം മത്സ്യങ്ങളാണ്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിന് കടന്നു കയറാനുള്ള വഴികളുണ്ട്. അതുകൊണ്ടാണ് ഇവർ അങ്ങനെയുള്ള പട്ടിക ഉപയോഗിക്കുന്നത്. നമ്മുടെ നാടൻ പട്ടികയല്ല, അത് വളരെ സ്ട്രോങ് ആണ്. അതും കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചടങ്ങ് നമുക്ക് പങ്കെടുക്കാം, കാണാം. അതല്ലാതെ തന്നെ അതിൽ നിന്ന് മൃതശരീരങ്ങളൊന്നും ഇല്ലാത്ത കൂടുകളൊക്കെ കാണാം. അപൂർവമാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കൂടുകളൊന്നും കാണില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മത്സ്യങ്ങൾ കയറി കഴിഞ്ഞാൽ ആ മത്സ്യങ്ങൾ ഈ ശരീരത്തെ, മൃതശരീരത്തെ പൂർണ്ണമായിട്ട് ഭക്ഷിച്ച് അങ്ങോട്ട് തീർക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയാണത്. നമ്മുടെ ശരീരം പ്രകൃതിയാണ്. മത്സ്യങ്ങളെ സംബന്ധിച്ച് അന്നമാണ്, അവരത് ശാപ്പിടും. അത് സ്വാമിജി ഗംഗയിൽ ഇങ്ങനെ ഗംഗയായി തീരുന്നത് പറയും, ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ട്. ശങ്കരാചാര്യരുടെ ഗംഗാസ്തോത്രം ഒക്കെ ചൊല്ലിയിട്ട്. അപ്പോൾ ചെറിയൊരു നമുക്കൊരു ഇമോഷനൊക്കെ ആവും. അത് നേരിട്ട് സ്വാമിജിയുടെ അടുത്ത് കേട്ടിട്ടുണ്ട്. സ്വാമിജി ഈ സമാധി ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലായിരുന്നു. നമ്മുടെ പരിപാടികളൊക്കെ വേഗം ഇതാക്കി നേരെ ഹരിദ്വാറിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ നമുക്ക് ഈ ക്ലോക്ക് റൂമുള്ളത് നമ്മൾ അറിയുന്നത് ആദ്യമായിട്ട്. അവിടെ തന്നെ നല്ല സംവിധാനമുണ്ട്. നമുക്ക് എല്ലാ സാധനങ്ങളും ഈ വന്നത് ഏത് ഫ്ലൈറ്റിലാണ് ഏതാ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൂക്ഷിക്കാം.
ഒരാഴ്ചയൊക്കെ സൂക്ഷിക്കാം. ഒരാഴ്ച പിന്നെ അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കാരണങ്ങളൊക്കെ പറയണം. അങ്ങനെ നല്ലൊരു സംവിധാനമുണ്ട്. എന്നിട്ട് നമ്മൾ ഹരിദ്വാറിലേക്ക് പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, മരണാനന്തരം ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ അന്നത്തതിലും കാശികാനന്ദഗിരി സ്വാമികളുടെ കാര്യത്തിൽ ആദ്യം ഉണ്ടായത് അത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിലേക്ക്, പിന്നെ അത് സ്ഥിരീകരിക്കുക. ഹോസ്പിറ്റലിൽ ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് സന്യാസിയാണോ ആരാണെന്നൊന്നുമില്ല, ICUവിൽ 2-3 ദിവസം വെക്കുക. കാരണം അവർക്കതൊരു ബില്ലാക്കലുണ്ട്. പിന്നെ മോർച്ചറി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, നടപടികൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വെക്കുമല്ലോ അതൊക്കെ. ഇപ്പോൾ ചിന്മയാൻ സ്വാമികളാണെങ്കിൽ ഇവിടുന്ന് എംബാം ചെയ്യുന്നു. എംബാം ചെയ്യേണ്ടതുണ്ട്. ഭൗതിക ശരീരം സന്യാസിയുടെ ആയാലും ആരുടെ ആയാലും അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോൾ ഉള്ളിൽ നിന്ന് പലതും എടുത്തു മാറ്റും. അതൊക്കെ ശാസ്ത്രീയമായിട്ട് ആധുനിക സാങ്കേതിക വിദ്യകളുണ്ടല്ലോ, നമുക്കറിയാലോ അതൊക്കെ. ചിലപ്പോൾ ശരീരത്തെ എല്ലുകളെ പൊട്ടിക്കേണ്ടി വരും. ആ രീതിയിലൊക്കെ ഇപ്പോൾ പത്മാസനത്തിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ കാണും ശരീരം. അപ്പം നമുക്ക് തോന്നുന്നുണ്ടോ അതങ്ങനെ അവർ ചെയ്യുന്നതാണ്? അവരെങ്ങനെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ വിധത്തിൽ അതിനെ ചെയ്യും. നമ്മുടെ ശരീരത്തിൽ പ്രത്യേക രീതിയിലുള്ള കെമിക്കലൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ വളരെ മുഖമൊക്കെ, നെറ്റി, മുഖം, കവിള് എല്ലാം നല്ല പ്രസരിപ്പോട് കൂടി നിൽക്കും. ഇത്ര ദിവസം അതിനൊരു കണക്കുണ്ട്. അത് കഴിഞ്ഞാൽ അത് കഴിയും. അപ്പം നമുക്ക് കാണുന്ന സമയത്ത് അങ്ങനത്തെ ആ ജീവൻ പോയതായിട്ടൊന്നും തോന്നില്ല. അതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. ചിന്മയാൻ സ്വാമികളുടെയൊക്കെ ശരീരം നമുക്ക് തോന്നില്ല അത് ഒരു ജീവനില്ലാത്ത ശരീരം. കാരണം സ്വാമിജി അങ്ങനെ ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന അതേപോലെയാണ്, കണ്ണാടിയൊക്കെ വെച്ച് അങ്ങനെയാണ്. അപ്പം സമാധി എന്ന് പറയുമ്പം ഈ പറഞ്ഞ നമുക്ക് നാല് അവസ്ഥകളുണ്ട്. നാലാമത്തെ അവസ്ഥയാണ് ഈ സമാധി എന്ന് പറയുന്നത്. മറ്റേ സമാധിയല്ലേ, സന്യാസി ശരീരത്തെ ഉപേക്ഷിക്കുന്ന, അതായത് സന്യാസിയുടെ മരണത്തെ സമാധി എന്ന് പറയും. അത് നേരത്തെ പറഞ്ഞതുപോലെ ആന ചെരിഞ്ഞു എന്ന് പറയുന്നത് പോലെ, രാജാവ് തീപ്പെട്ടു, നാട് നീങ്ങി, അന്തരിച്ചു, മരിച്ചു എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അത് സന്യാസിയുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നു. അതല്ലാത്ത സമാധി എന്താണ്? അർജുനൻ ചോദിക്കുന്നുണ്ടല്ലോ, സ്ഥിതപ്രജ്ഞസ്യ സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. ആ സ്ഥിതപ്രജ്ഞനാരാണ്? ആ സമാധിസ്ഥൻ ആരാണ്? ബുദ്ധി ഉറച്ചിട്ടുള്ളവൻ, ബുദ്ധി സാമ്യാവസ്ഥയെ പ്രാപിച്ചിട്ടുള്ള എന്നർത്ഥത്തിലാണ്. അതിന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറേ ഈ അന്ധക്കരണ വൃത്തികൾ എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. അന്ധക്കരണ വൃത്തികൾ, അതിനെ മനസ്സിലാക്കണം. അപ്പം ഇത് ചോദ്യം സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ഉത്തരം അത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കണമെങ്കിൽ കുറേ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നാലാമത്തേതാണ് സമാധി എന്ന് പറയുന്നു, തുരീയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നാലാമത്തേത്. ഈ മൂന്നെണ്ണം നമുക്ക് പരിചയമുള്ളതാണ്. അതെന്താണ്? സുഖം, സന്തോഷം, ആഹ്ലാദം. ഈ സമാധിയുടെ അനുഭവം എന്ന് പറയുന്നത് ആനന്ദമാണ്.
ഈ സുഖം എന്നത് ശരീരത്തിൻ്റേതാണ്. സുഖം, ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ശരീരം അനുഭവിക്കുന്ന ശാരീരികമായ ശരീര സംബന്ധിയായിട്ടുള്ളതിനെയാണ് സുഖം എന്ന് പറയുന്നത്. സന്തോഷം എന്ന് പറയുന്നതോ അത് മനസ്സിൻ്റെതാണ്. മനസ്സിന് കിട്ടുന്നതാണ്. അപ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ ബാക്കി ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ മനസ്സ് അസ്വസ്ഥമാണ്. അപ്പോൾ എന്തുണ്ടാവില്ല? സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ സുഖത്തേക്കാൾ കുറച്ചുകൂടെ ഈ സുഖമെന്നത് ആത്യന്തികമായ ഈ സമാധി ആനന്ദത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന് പറയുന്നിടത്ത് ആനന്ദത്തെയാണ് സുഖമായിട്ട് അവിടെ കൽപ്പിക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ ധർമ്മശാസ്ത്രങ്ങളിൽ അങ്ങനെ കണ്ടേക്കാം. പക്ഷെ ഇത് സാമാന്യ രൂപത്തിൽ പറയുമ്പോൾ സുഖം എന്നത് ശരീര സംബന്ധിയാണ് സുഖം. സന്തോഷം എന്നത് മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സന്തോഷം. മൂന്നാമത്തേതാണ് ആഹ്ലാദം എന്ന് പറയുന്നത്. ആഹ്ലാദം ഹൃദയത്തിൻ്റേതാണ്. അപ്പം ശരീരമുണ്ട്, നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ആ തലത്തിലേക്ക് വരുന്നതാണ് ഹൃദയം എന്ന് പറയുമ്പോൾ. എന്തെന്നില്ലാത്ത ഒരു തലത്തിലേക്കാണ് ആഹ്ലാദം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുക. നാലാമത്തേതാണ് ആനന്ദം. അത് തുരീയമാണ്. അത് ശരീരവുമല്ല, മനസ്സുമല്ല, ഈ പറഞ്ഞ ഹൃദയവും ബുദ്ധിയും ഒന്നുമല്ല, അപ്പുറത്തേക്കുള്ളതാണ്. അത് നമ്മുടെ സഹജമായ സ്വരൂപമാണ്. രമണ മഹർഷിയൊക്കെ സമാധിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അത് ഈ ആ സമാധിയെ പറയുമ്പം സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. ഈ പറഞ്ഞ സമാധിയെ പറയുന്ന സമയത്ത് അനേക സമാധികളുണ്ട്. സാരൂപ്യം, സാലോക്യം, സായുജ്യം, അനേക സമാധികൾ. ക്ഷുദ്ര സമാധിയുണ്ട്, ക്ഷണികമായത്, അല്പമാത്രമായത്. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഈ നമ്മുടെ അന്ധക്കരണ വൃത്തികൾ എന്ന് പറയുന്ന ചിത്തവൃത്തികളെ മനസ്സിലാക്കണം. അത് കുറേ ഉണ്ട്. അത് ഓടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ആദ്യം തന്നെ ചിത്തം എന്ന് പറയുന്നിടത്ത് തുടങ്ങണം. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷ ജ്ഞാനത്തോട് കൂടിയിട്ടുള്ളത് ഏതോ അതാണ് ചിത്തം. ചിതി സംജ്ഞാതേ എന്നാണ്. വിശേഷ ജ്ഞാനത്തോടു കൂടിയതാണ്. അതിങ്ങനെ ഓരോന്ന് പറയാൻ പോയാൽ മനസ്സിലാവും. ഹൃത്ത് എന്ന് പറയും. വേദാന്തത്തിൽ ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ രക്തം പമ്പ് ചെയ്യുന്ന അതല്ല, വിഷയാഹരണേ എന്നാണ്. വിഷയത്താൽ ഹരിക്കപ്പെടുന്ന, അതായത് ഹൃദയഭേദകം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അവിടെയാണ്. ഒരു വിഷയത്തിൽ നമ്മൾ ഹരിക്കപ്പെടുന്നത് അത് കേൾക്കുമ്പോഴാണ്. ഏതെങ്കിലും ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളിൽ അതുകൊണ്ട് നമ്മളെ പെട്ടെന്നില്ലേ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അതവിടെയാണ് ഹൃത്ത്, വിഷയാഹരണേ എന്ന് പറയും. മനസ്സ് എന്ന് പറയുന്നത് മന ആലോചനയെന്നാണ്. അതിനത്രയേ ഉള്ളൂ, മന ആലോചന. ബുദ്ധി പദാർത്ഥ അവഗമനേ, പദാർത്ഥങ്ങളെ തിരിച്ചറിയാനുള്ളതാണ്. മനസ്സ് ചഞ്ചലാത്മിക, ഇളകുന്നതാണെന്നെങ്കിൽ ബുദ്ധി നിശ്ചയാത്മിക എന്ന് പറയും. ദിഷണ ദിഷപ്രാഗൽഭേ, ഇതുകൊണ്ട് ഇവന് ഇന്നത് പ്രഗത്ഭനാണ്. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദിഷണയുള്ളവൻ, ദിഷണയില്ലാത്തവനും ഉണ്ട്. അതുകൊണ്ട് അവൻ എന്തായിത്തീരും? പ്രഗത്ഭനായിത്തീരും. ഇന്നതിൽ നമ്മൾ ധിഷണാ വൈഭവം എന്നൊക്കെ പറയും. ദിഷപ്രാഗൽഭേ ധീ ധീ ധ്യൈ ചിന്തായാം.
ധിയോയോ ന പ്രചോദയാത്, ഗായത്രി പറയുന്നു. ധീ വേറെ ബുദ്ധി വേറെ. ബുദ്ധിക്കും അധിഷ്ഠാനമാണ് ധീ. പ്രജ്ഞ എന്താണ്? പ്രകൃഷ്ടമായ ജ്ഞാനം. പ്രജ്ഞാനം ബ്രഹ്മ, വിശേഷമായ ജ്ഞാനം, അനുഭവജ്ഞാനം. ഇന്നതിനെക്കുറിച്ച്, ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ട്, അത് നിങ്ങളെ സംബന്ധിച്ച് പ്രജ്ഞയാണ്, ഉറപ്പുറ്റതാണ്. ഷേമുഷി മുഷസ്തേയെ, മോഹത്തെ കളയുന്നത്. ഇത് പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു എന്ന് എത്ര ഈ പറഞ്ഞ സംഗതികൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 40ാമത്തേതിനാണ് സമാധി എന്ന് പറയുന്നത്. അപ്പം സമാധി, മോക്ഷം, ആനന്ദം, ഇതൊക്കെ സമാന ശബ്ദങ്ങളാണ്. നേരത്തെ പറഞ്ഞല്ലോ, നചികേതസ് ചോദിച്ച ചോദ്യം. ഇപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അർജുനൻ ചോദിക്കും, ഏതന്മേ സംശയം കൃഷ്ണ, ഇതെൻ്റെ സംശയമാണ് കൃഷ്ണ എന്ന് പറയും. സംശയം വേറെയാണ്. അതുപോലെ തന്നെ സംശയം എന്ന് പറഞ്ഞാൽ എന്താ? പരമാർത്ഥ ബോധം കൂടാതെ മറ്റൊന്നും കൂടെ ഉണ്ട്, അതാണ് സംശയം. ഇവിടെ എന്താണ്? വിജിഗിത്സയാണ്. അതെന്താണ്? സന്ദേഹ നിശ്ചയ സമ്മിശ്രമാണ്. അപ്പം ഇത് മനസ്സിലെ ഏതാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചിന്തിപ്പിക്കുന്നത്? അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ കടന്ന് സമാധി പദത്തിൽ എത്തുന്നത്? അപ്പം ആദ്യം ഇതെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രേക്ഷ, ഉപലബ്ധി, പ്രതിപദ്, ചേതന, മേധ, സങ്കല്പം, അവധാനം, ചർച്ച, സംഖ്യം, തർക്കം, വിചാരണ, ഊഹം, വിചികിത്സ, സംശയം, സന്ദേഹം, ദ്വാപരം, നിർണയം, സിദ്ധാന്തം, ഭ്രാന്തി, അംഗീകാരം, പ്രതിശ്രവം, ജ്ഞാനം, മുക്തി, കൈവല്യം, നിർവാണം, ശ്രേയസ്, നിശ്രേയസ്, അമൃതം, മോക്ഷം, ആനന്ദം, സമാധി. ഇത് ഓരോന്നും വിസ്തരിക്കാനുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നും വിസ്തരിക്കുന്ന ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യാം. ഇതുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട്. ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതുണ്ട്. ക്ലാസ്സിൽ ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള 1-2 ക്ലാസ്സുകളുണ്ട്, ഓരോന്നിനെയും ഉദാഹരണ സഹിതം പറഞ്ഞിട്ട്. മരണം എന്ന് പറഞ്ഞാൽ അത് ആധുനിക സയൻസിൻ്റെ രീതിയിൽ ഇപ്പോൾ അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. നമുക്കറിയാലോ അങ്ങനെ മരണമുണ്ട്, ശരീരത്തിൻ്റെ ജീവൻ വിട്ടുപോകുന്ന അവസ്ഥയാണ്. പുനർജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗീത പറയുന്നത് പുനർജന്മം ഉണ്ട്, എന്നാൽ ഇല്ല. അങ്ങനെ രണ്ടുമുണ്ട്. ജനിച്ചവന് മരണം സുനിശ്ചയം, ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ധ്രുവം ജന്മ മൃതസ്യ ച, തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി എന്ന് പറഞ്ഞു ഭഗവാൻ. ജനിച്ചവന് എന്തുണ്ട്? മരണമുണ്ട്. മരിച്ചവനോ? ജനനവും ഉണ്ട്. അപ്പം ഈ മരിച്ചവൻ എങ്ങനെയാണ് ജനിക്കുന്നത്? ഭഗവത്ഗീതയിൽ പറയുന്നത് നമ്മളൊരു ഉറങ്ങി എണീക്കുന്നത് പോലെയാണ്. തലേന്ന് ഉറങ്ങി രാവിലെ എണീക്കുന്നത് ആ കർമ്മം ചെയ്യാനാണ്. എന്ത് ചിന്തയിലാണോ ഉറങ്ങിയത് ആ കർമ്മം ചെയ്യാനാണ് രാവിലെ എഴുന്നേൽക്കുക. അതുപോലെയാണ് ഒരു മരണം എന്ന് പറയുന്ന ഒരു നിദ്ര പോലെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു സന്ദർഭത്തിൽ സൂക്ഷ്മമായ നമ്മുടെ വാസനകൾ അനുയോജ്യമായ ഒരു ജീവനിലേക്ക്, ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഈ ഷോഡശ സംസ്കാരത്തിൽ ഗർഭാധാനം എന്നതാണ് ആദ്യത്തെ സംസ്കാരം. അതിലിതാണ് വരിക. ജീവനെ ആവാഹിക്കുന്നതാണ്, നല്ലൊരു ജീവൻ. അന്ത്യേഷ്ടിയാണ് അവസാനത്തത്, പറഞ്ഞയക്കല. അപ്പോൾ വരവും പോക്കും ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട്.
ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആർക്ക്? ജനിച്ചവന്. ഞാൻ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ അവനെ സംബന്ധിച്ച് അവന് മരണവുമില്ല ജനനവുമില്ല. സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല. എവിടെ നിന്ന് നോക്കിയാൽ? സൂര്യനിൽ നിന്ന് നോക്കിയാൽ. ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കിയാലോ ഉദയവും ഉണ്ട് അസ്തമയവും ഉണ്ട്. അതേപോലെ ശരീരത്തിൽ നിന്ന് എന്നെ നോക്കിയാൽ എനിക്ക് ജനനവുമുണ്ട് മരണവുമുണ്ട്. ആത്മാവാണ് ഞാൻ എന്നറിഞ്ഞാലോ ജനിമൃതികൾ അയഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മഹാഭാരതം മൃത്യുവിനെ പ്രമാദമായിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിനെ ശാസ്ത്രീയമായിട്ട് ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവായിട്ടുള്ള, ആദ്യം സന്യാസം സ്വീകരിച്ചിട്ടുള്ള ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ ശിവാനന്ദ സ്വാമികളിൽ നിന്നാണ്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന സ്വാമിജിയുടെ ഒരു പുസ്തകമുണ്ട്. കുറേ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ സ്വാമിജി നടത്തിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ പഴയ ജന്മത്തെക്കുറിച്ച് ഓർമ്മ വരുന്നതിനെക്കുറിച്ച് പറയുന്നു. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു. അതൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.